ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചെമ്മീൻ അച്ചാറാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് കോൾഡ് വാട്ടറിലുള്ള 250 ഗ്രാം പ്രോൺസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം അതൊന്ന് മാരിനേറ്റ് ചെയ്യാം. നോർമൽ മാരിനേഷൻ തന്നെയാണ്. മുളകും പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. അപ്പോൾ ഇത് കോൾഡ് വാട്ടർ പ്രോൺസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കായി കിട്ടും കേട്ടോ. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു പൗഡർ മിക്സ് ഉണ്ടാക്കണം. അതിക്ക് വേണ്ടിയിട്ട് 2 സ്പൂണ് നമ്മുടെ സാദാ മുളക് പൊടി, 1 സ്പൂണ് കാശ്മീരി മുളക് പൊടിയും, പിന്നെ ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും, ഒരു 1/4 സ്പൂണിൻ്റെ അടുത്തുണ്ടാവും നമ്മുടെ കായപ്പൊടിയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടി ഒഴിച്ചെടുത്താൽ നമ്മുടെ പൗഡർ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇതാണ് ട്ടോ നമ്മൾ അച്ചാറിലേക്ക് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ അതും കൂടി റെഡിയാക്കിയിട്ട് മാറ്റി വെക്കുക. ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മൾ ചെമ്മീൻ ഫ്രൈ ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാന് വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ചെമ്മീൻ പൊരിക്കാൻ വെക്കണം. ഇത് ഭയങ്കര ചെറിയ സൈസാണ്, പെട്ടെന്ന് കുക്കായും കിട്ടും. അതുകൊണ്ട് തന്നെ കുറേ നേരം ഒന്നും ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല, ഒന്ന് മുരിഞ്ഞ് കിട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ പാനിൽ തന്നെ വേണമെങ്കിൽ അച്ചാർ ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഈ പാനിൽ ഉണ്ടാക്കണില്ല, അത് ഭയങ്കര ചെറിയൊരു പാൻ ആയതുകൊണ്ട് ഞാനിപ്പോൾ ആ ചെമ്മീൻ പൊരിച്ച് ഓയിൽ കൊടുക്കണ തന്നെ ഇതിങ്ങോട്ട് മാറ്റുകയാണ് കേട്ടോ. എന്നിട്ട് വേറെ പാത്രത്തിലാണ് ഇപ്പോൾ ഞാൻ അച്ചാർ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിങ്ങനെ തന്നെ കഴിക്കാൻ ഭയങ്കര രസമാണ് കേട്ടോ. അപ്പോൾ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് കടുകും ഉലുവയും പൊട്ടിക്കാൻ കേട്ടോ. പിന്നെ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചോപ്പ് ചെയ്തിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ വെളുത്തുള്ളിയൊക്കെ കടിക്കാൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ വെളുത്തുള്ളി കട്ട് ചെയ്യണോ ഒന്നങ്ങനെ ഇട്ട് കൊടുക്കട്ടെ, അതും ടേസ്റ്റാണ്. പിന്നെ 2 പച്ചമുളകും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ മിക്സ് ഉണ്ടല്ലോ, മുളക് പൊടിയുടെ ഒക്കെ, അത് ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായി ഇളക്കി കൊടുക്കണം. നമ്മൾ ഓയിൽ ഇങ്ങനെ തെളിഞ്ഞ് വരുന്ന വരെ ഇളക്കി കൊടുക്കണം. എന്നിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ കുറച്ച് കറിവേപ്പിൻ്റെ എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഞാൻ മറന്നുപോയി. അപ്പോൾ അതാ ചെമ്മീൻ ആഡ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളിത് ഞാനിവിടെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ അച്ചാറിൽ. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടാണ് നിങ്ങൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളിത് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ പുറത്താണ് വെക്കണേ. നാട്ടിലത്തെ ക്ലൈമറ്റിൻ്റെ അവസ്ഥ എനിക്കറിയില്ല. ഇവിടെ ഇപ്പോൾ തണുപ്പായതുകൊണ്ട് കേടൊന്നും വരില്ല. പിന്നെ എന്തായാലും ഒരു ആഴ്ചയുടെ മേലെ എനിക്ക് പോകില്ല. അപ്പോൾ ഞാൻ എന്തായാലും തീർക്കും. അപ്പോൾ ഒരു 5-6 മിനിറ്റ് മൂടി വെച്ചിട്ട് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് തണുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം കേട്ടോ. തണുത്ത് കഴിഞ്ഞിട്ടുള്ള കോലാണിത്. സംഭവം അടിപൊളിയാണ്. ഒരു പെർഫെക്റ്റ് അച്ചാറിൻ്റെ റെസിപ്പി ഒന്നുമല്ല, പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാലും നല്ലൊരു അച്ചാർ കഴിക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഞാനിവിടെ ഒരു ഗ്ലാസ് ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. സൂപ്പറാണ്.